أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف رسول الله وآل كل الصحابة أجمعين أما بعد നൂറുൽ ഇളാഹ് പഠനം. ഇന്ന് നമുക്ക് വുളൂഉ മുറിയുന്ന 12 കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. വുളൂഉ മുറിയുന്ന 12 കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഷാഫി മദ്ഹബ് പ്രകാരം വുളൂഉ മുറിയുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഹനഫി മദ്ഹബിൽ വുളൂഉ മുറിയുന്ന 12 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നോക്കിക്കോളൂ, നമുക്ക് നോക്കാം. പിന്നെ യുൻഖിദുൽ വുളൂഅ, വുളൂഇനെ മുറിക്കും. ഇസ്നാ അശറ ശൈഅൻ, 12 കാര്യങ്ങൾ വുളൂഇനെ മുറിക്കും. 12 ഒന്ന്, മാ ഖറജ മിനസ് സബീലൈനി, സബീലൈനിയിലൂടെ പുറത്തു വരുന്ന വസ്തുക്കൾ. സബീലൈനി എന്ന് പറഞ്ഞാൽ മുന്തുവാരം പിന്തുവാരം. എന്തപ്പോ ഈ ഖുബുലിനും ദുബൂറിനും സബീലി എന്ന് പറയാൻ കാരണം? സബീലി എന്ന് പറയാൻ കാരണം എന്താ? അത് സബീല് ലി കൗനിഹി ത്വരീഖൻ ലിൽ ഖാരിജ്, പുറത്തേക്ക് വരാനുള്ള ഒരു റൂട്ട്, ഒരു മാർഗമാണല്ലോ അത്, ത്വരീഖാണല്ലോ. അതുകൊണ്ടാ സബീൽ എന്ന് പറഞ്ഞത്. പിന്നെ അപ്പോ സബീലൈനിയിലൂടെ പുറത്തു വരുന്ന കാര്യം മാ ഖറജ എന്നാ പറയാം. എന്താ ഇപ്പൊ മാ ഖറജ എന്ന് പറഞ്ഞ എന്തിനാണെന്നറിയോ? മാ ഖറജ എന്ന് പറയാൻ കാരണം അത് മുഅ്താദിനെയും മുഅ്താദ് അല്ലാത്തതിനെയും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സാധാരണ പുറത്തു പോരുന്നതും അല്ലാത്തതിനേക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് മാ ഖറജ എന്ന മാ പ്രയോഗിച്ചത്. ഉമൂമിനെ ഫായിദപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, വ്യാപകാർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട്. മൂത്രം, മലമൂത്രം, പുഴു, കല്ല്, ഇങ്ങനെ വ്യാപകാർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, അങ്ങനെ മാ പ്രയോഗിച്ചത്. പിന്നെ അപ്പോ സബീലൈനിയുടെ പുറത്ത് വന്ന് ഇല്ലാ റീഹുൽ ഖുബുലി, ഖുബുലിലൂടെ വരുന്ന കാറ്റൊഴികെ. റീഹ് ഖുബുലിലൂടെ കാറ്റ് വരാം. ഐ ദക്കരി വൽ ഫർജി, പുരുഷന്റെയോ സ്ത്രീയുടെയോ മുന്തുവാരത്തിലൂടെ കാറ്റ് വരിക, അത് കൊണ്ട് വുളൂഉ മുറിയൂല ഫിൽ അസഹി, അസഹായ അഭിപ്രായ പ്രകാരം എന്നാണ് ഹനഫി മദ്ഹബിൽ. അസഹ് അങ്ങനെയാണ്, വുളൂഉ മുറിയൂല എന്നാണ്. പിന്നെ അസഹിന്റെ മുഖാബിലൊക്കെ ഉണ്ടാകാം. അത് വിശാലമായ ചർച്ച ഇംദാദുൽ ഫത്താഹിൽ ഒരുപാട് വരികൾ അതിൽ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇനി വയുൻഖിദുഹു, അപ്പൊ എന്താ പറഞ്ഞത്? ഒരു കാര്യം പറഞ്ഞു. ഇനി വയുൻഖിദുഹു, അടുത്തത് വുളൂഇനെ മുറിക്കും. വിലാദത്തുൻ, പ്രസവം വുളൂഇനെ മുറിക്കും. മിൻ ഗൈരി റുഅയത്തി ദമിൻ, രക്തം കാണാതെയുള്ള പ്രസവം. അതായത് ചിലപ്പോൾ ചിലർക്ക് പ്രസവിച്ചാൽ രക്തം ഉണ്ടാകൂല, ചിലർക്ക് നിഫാസ് രക്തം ഉണ്ടാകും. ഇനി രക്തമില്ലാതെ തന്നെയുള്ള പ്രസവം, അത് എന്ത് ചെയ്യും? വുളൂഇനെ മുറിക്കും. പിന്നെ വ നജാസത്തുൻ സായിലത്തുൻ മിൻ ഗൈരി ഹിമാ, അതുപോലെ സബീലൈനിയിലൂടെ അല്ലാതെ ഒലിക്കുന്ന നജസ്സുകളും. സബീലൈനി നമ്മൾ നേരത്തെ പറഞ്ഞു, ഖുബുലും ദുബുറും. ഇതിലൂടെ അല്ലാതെ ഒലിക്കുന്ന നജസ്സുകളും വുളൂഇനെ മുറിക്കും. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി
ബഹുമാനപ്പെട്ട ഇമാം ദാറുഖുത്നി റഹിമഹുള്ളാഹുവിന്റെ സുനനിലും ഇബ്നു അദി അവിടുത്തെ കാമിലിലും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. അൽ വുദൂഉ മിൻ കുല്ലി ദമിൻ സായിലിൻ, എല്ലാ ഒലിക്കുന്ന രക്തത്തിന് വുദൂ ചെയ്യണമെന്നാണ്. ഇത് പിന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച 10 അശറത്തുൽ മുബശ്ശറുകൾ, ആ അശറത്തുൽ മുബശ്ശറയുടെ മദ്ഹബും ഇത് തന്നെയാണെന്നാണ്. എന്താവട്ടെ, അപ്പൊ സബീലൈനിലൂടെ അല്ലാതെ ഒലിക്കുന്ന നജസ് അതും വുദൂഇനെ മുറിക്കും. ഇനി അതിന് ചില ഉദാഹരണം പറയാം. ദമീൻ, രക്തം പോലെ ആ നജസിന് രക്തം. അപ്പൊ സബീലൈനിലൂടെ അല്ലാതെ രക്തം ഒലിച്ചു പോന്നാൽ വുദൂ മുറിയും. വഖൈഹിൻ, അതുപോലെ കൈഹ് ചലം, രക്തം കലർന്ന ചലം, ഇതും പിന്നെ വുദൂനെ മുറിക്കും. കൈഹ് അതുപോലെ സ്വദീദ്, ഇങ്ങനെ പല വ്യത്യാസമുണ്ട്. രക്തം കലർന്നത് സ്വദീദാണ്. ഏതാവട്ടെ, അപ്പൊ ചലം, രക്തം കലർന്ന ചലം, അതുകൊണ്ട് വുദൂ മുറിയും. അതുപോലെ ഭക്ഷണം ഛർദിച്ചത്, ഭക്ഷണം കഴിച്ചു, ആ ഭക്ഷണം ഛർദിച്ചു എന്നാ വുദൂ മുറിയും. ഔ മാഇൻ, അല്ലെങ്കിൽ വെള്ളം ഛർദിച്ചു. ഔ അലഖിൻ, അല്ലെങ്കിൽ അലഖ്, അലഖെന്ന രക്തപിണ്ഡം, അദ്ദമുൽ ഗലീദുൽ ജാമിദു എന്നാണ് അലഖിന് പറയുന്നത്. അലഖ് മുഅ്ജമു ലുഗത്തുൽ ഫുഖഹായിലെ അലഖിന് പറഞ്ഞെന്താ? അദ്ദമുൽ ഗലീദുൽ ജാമിദു, രക്തപിണ്ഡം. ഔ മിറ, അല്ലെങ്കിൽ മിറത്ത്, പിത്തനീര് എന്നൊക്കെ പറയും, അത് പോന്നു. അപ്പോ എന്താ പറഞ്ഞത്? ഭക്ഷണം ഛർദിച്ചു, അല്ലെങ്കിൽ വെള്ളമോ അല്ലെങ്കിൽ രക്തപിണ്ഡമോ മിറത്തൊക്കെ നിങ്ങൾ ഛർദിച്ചു എന്നാ വുദൂ മുറിയും. എപ്പോ? ഇദാ മല അൽ ഫമ, അത് വായ നിറച്ചാൽ, വായ നിറച്ചാൽ. ഈ മല അൽ ഫമ, എന്താ അങ്ങനെ പറഞ്ഞെന്താ? വഹുവ, ഈ മിൽഉൽ ഫമ, വായ നിറക്കാനല്ല. എങ്ങനെയാണ്? അതെന്താ അവൻ ഉദ്ദേശിക്കുന്നത്? മാ ലാ യന്തബിഖു അലൈഹിൽ ഫമു, വായ അടക്കാൻ കഴിയൂല. ഇല്ലാ ബി തകല്ലുഫിൻ, വളരെ പ്രയാസത്തോടെ അടച്ചു പിടിച്ചാൻ കഴിയും. അങ്ങനെ വായ നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ വായ നിറയാന്നെന്താ? സംസാരിക്കാൻ കഴിയില്ല, അത്രയും കൂടുതലുണ്ട്. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം വായ നിറഞ്ഞു നിൽക്കുക. ഈ രൂപത്തിൽ വായ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ വുദൂ മുറിയും. അലൽ അസഹി, അസഹായ അഭിപ്രായ പ്രകാരം. അവിടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഇംദാദുൽ ഫത്താഹക്ക് നോക്കിയാൽ കാണാം. വയുജ്മിഉ മുതഫർരിഖുൽ ഖൈഇ, ഇടവിട്ടുള്ള ഛർദി അതിനെയും കൂട്ടപ്പെടും, ചേർക്കപ്പെടും, ഇതിനോട് ചേർക്കപ്പെടും. എപ്പോ? ഇദത്തഹന സബബുഹു, അതിന്റെ കാരണം ഒന്നാണ്, ഒരേ കാരണമുള്ള കാരണം ഒന്നാണെങ്കിൽ ഇടവിട്ടുള്ള ഛർദിയും എന്ത് ചെയ്യും? കൂട്ടപ്പെടും. അതായത് ഇവൻ ഛർദിച്ച് ഇടവിട്ട് ഛർദിച്ച്, അപ്പൊ ഈ ഇടവിട്ട് ഛർദിച്ചപ്പോ, ആദ്യം ഛർദിച്ചപ്പോ വായ നിറയുന്നില്ല. ഇടവിട്ട് എല്ലാ ഛർദിച്ചതും കൂടി നോക്കുമ്പോ വായ നിറയാൻ മാത്രമുണ്ട്.
അങ്ങനെയാണെങ്കിൽ വുളു മുറിയും. അങ്ങനെ മിൽഉൽ ഫമിന് ഇല്ലെങ്കിലോ വുളു മുറിയില്ല. അതിന് എപ്പോഴാകും വേണം, ഒരേ കാരണത്തിനുള്ള ഇതാണെങ്കിൽ കാരണം ഒന്നാകും വേണം. ഇപ്പോ ഒരാൾ ഛർദിച്ചു, ആദ്യം ഛർദിച്ചതിന്റെ ആ ഒരു ഇതൊക്കെ സമാധാനമാകുന്നതിന് മുമ്പ് വീണ്ടും രണ്ടാമതും ഛർദിച്ചു, എന്നാൽ അത് ഇത്തിഹാദ് സബബാണ്, ഒരേ കാരണമാണ് മനസ്സിലാക്കുക. ഇനി അങ്ങനെയല്ല, ഒരട്ടം ഛർദിച്ചു, അതിൻ്റെ ഇതൊക്കെ ആശ്വാസമായതിന്റെ ശേഷമാണ് പിന്നെ ഛർദിക്കുന്നതെങ്കിൽ അത് ഇത്തിഹാദ് സബബല്ല, ഇഖ്തിലാഫ് സബബ്, മറ്റൊരു കാരണം കൊണ്ടുള്ള ഛർദി എന്നാ കണക്കാക്കാം. പിന്നെ അതുപോലെ അപ്പോ പിന്നെ വദമുൻ അലൽ ബുസാഖി, ഉമിനീരിനേക്കാൾ കവിഞ്ഞ രക്തവും എന്താണ്? ഉളൂഇനെ മുറിക്കും. വദമുൻ, രക്തം ഉളൂഇനെ മുറിക്കും. ഏത് രക്തം? വലബ അലൽ ബുസാഖി, ഉമിനീരിനേക്കാൾ കവിഞ്ഞ അധികമുള്ള രക്തം. പായല് ഉമിനീരിൽ രക്തം കലർന്ന, അപ്പൊ കൂടുതലും രക്തമാണ്. ഉമിനീരിനേക്കാൾ അമിതമായ, ഉമിനീരിനേക്കാൾ കവിഞ്ഞ രക്തം. ഔ സാവാഹു, അതല്ലെങ്കിൽ ഉമിനീരിന് സമമായ തുല്യമായ രക്തം, അതും വുളൂഇനെ മുറിക്കും. പിന്നെ വനൗമുൻ, ഉറക്കവും വുളൂഇനെ മുറിക്കും. ഏതുറക്കം? ലം തതമക്കൻ ഫീഹിൽ മഖ്അദതു മിനൽ അർളി, ഭൂമിയിൽ അവന്റെ ഇരിപ്പിടം ഉറപ്പിച്ചിരിക്കാത്തവന്റെ ഉറക്കം, ആ ഉറക്കവും വുളൂഇനെ മുറിക്കുന്നതാണ്. വനൗമുൻ ലം തതമക്കൻ ഫീഹിൽ മഖ്അദതു മിനൽ അർളി, ഭൂമിയിൽ ഇരിപ്പിടം ഉറപ്പിച്ചിരിക്കാത്ത ഉറക്കം, അതുകൊണ്ട് വുളൂ മുറിയും. അതെന്ത് ചെയ്യും? വുളൂഇനെ മുറിച്ച് കളയും. അതുപോലെ ചെരിഞ്ഞു കിടന്നുറങ്ങുക, അതുപോലെ മലർന്ന് കിടന്നുറങ്ങുക, ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. കാരണം എന്താ? റസൂല പറഞ്ഞിട്ടല്ലോ, ഇമാം അഹ്മദ് മുസ്നദിലും ദാരിമി സുനനിലും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അൽ ഐനാനി വികാഹു സഹി ഫൈദാ നാമത്തിൽ ഐനു ഇസ്തത്ലഖൽ വികാഉ എന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അതിന് തെളിവായിട്ട് പറയുന്നത്. അപ്പോൾ ഇരിപ്പിടം ഉറപ്പിച്ചിരിക്കാതെ ഉറങ്ങിയ ആള്. അടുത്തത് വസ്തിഫാഉ മഖ്അദതി നായിമിൻ, ഉറങ്ങുന്നവന്റെ ഇരിപ്പിടം ഉയരുക. ഖബലന്തിബാഹി, അവൻ ഉണരുന്നതിന് മുമ്പ് അവന്റെ ഇരിപ്പിടം ഭൂമിയിൽ നിന്ന് ഉയർന്നു, എന്നാൽ അത് വുളൂഇനെ മുറിക്കും. വൈലം യസ്കുത്ത്, അത് കാരണം അവൻ ഭൂമിയിൽ വീണിട്ടൊന്നുമില്ല, ഇപ്പോഴും ഉയർന്നുകൊണ്ട് അവൻ വീണിട്ടൊന്നുമില്ല. ലാഹിർ പ്രകാരം, ലാഹിറായ അഭിപ്രായ പ്രകാരം ഭൂമിയിൽ വീണിട്ടില്ലെങ്കിൽ തന്നെ അവന്റെ വുളൂ മുറിയും. പക്ഷെ ഈ ചെരിഞ്ഞു കിടന്ന് ഉറങ്ങിയാന്നൊക്കെ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാധകല്ലോ. നബി തങ്ങളെ ഹക്കിൽ അത് വുളൂ മുറിയൂല. കാരണം അത് റസൂലുള്ളാഹിന്റെ ഖുസൂസിയത്താണ്. കാരണം ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ടല്ലോ, ഇന്ന ഐനയ്യ തനാമാനി വലാ യനാമു ഖൽബീന, എന്റെ കണ്ണുകൾ രണ്ടും ഉറങ്ങുന്നുണ്ടെങ്കിലും കൽബിന് ഉറക്കം ബാധിക്കുന്നില്ലെന്ന റസൂലിന്റെ വചനം. ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നബി തങ്ങള് ചെരിഞ്ഞു കിടന്ന് ഉറങ്ങിയാലും അടുത്ത വുളൂ മുറിയില്ല. അത് റസൂലുള്ളാഹിന്റെ ഒരു ഖുസൂസിയത്താണ്. പിന്നെ ബോധക്ഷയം വുളൂഇനെ മുറിക്കും. ബോധക്ഷയം, ബുദ്ധി നഷ്ടപ്പെടുന്ന അവസ്ഥ. വജുനൂനുൻ, ഭ്രാന്തും വുളൂഇനെ മുറിക്കും. വസുക്റുൽ, ലഹരിയും വുളൂഇനെ മുറിക്കും. വഖഹ്ഖഅതു ബാലിഗി യഖ്ളാന, ബോധമുള്ള
ഉണർവിലുള്ള ബാലിഗായ ഒരു വ്യക്തിയുടെ പൊട്ടിച്ചിരിയും വുദൂഇനെ മുറിക്കും. ഉണർവിലുള്ള ബാലിഗായ ഒരു വ്യക്തി, ബാലിഗ് പറഞ്ഞാൽ പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ, യഖ്ലാൻ ഉണർവിലുള്ള, ഉറങ്ങല്ല, നല്ല ബോധമുള്ള ഒരു ബാലിഗായ മനുഷ്യൻ അവൻ പൊട്ടിച്ചിരിച്ചു. അങ്ങനെ എവിടെ? ഫീ സ്വലാത്തി ദാത്തി റുകൂഇൻ വസുജൂദിൻ, റുകൂഉം സുജൂദൊക്കെ അടങ്ങിയ ഒരു നിസ്കാരത്തിൽ പൊട്ടിച്ചിരിച്ചാൽ ഓന്റെ വുളൂഉ മുറിയും. ഇവിടെ ഖഹ്ഖഹത്ത് ളിഹ്ക്ക് എന്താ? ചിരിയും പൊട്ടിച്ചിരിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ചിരി എന്ന് പറഞ്ഞാല് അത് അവനക്ക് മാത്രമേ കേൾക്കുള്ളൂ. എന്നാലോ പൊട്ടിച്ചിരി ആകുമ്പോൾ അവനക്കും അവന്റെ സമീപവാസികൾക്കും കേൾക്കാൻ പറ്റും. ഇതാ ഖഹ്ഖഹത്ത്. അത് മറന്നുകൊണ്ടായാലും മനഃപൂർവ്വമായാലും വുളൂ മുറിയുന്ന. അതുപോലെ ലിഹിക്ക് എന്ന ഓനക്ക് മാത്രമേ കേൾക്കുള്ളൂ. അപ്പോ പിന്നെ തബസ്സുമ് അത് അവനക്കെന്നെ കേൾക്കൂല. പുഞ്ചി എന്നൊക്കെ പറയും. അവനക്കെന്നെ കേൾക്കാൻ കഴിയൂല. അതാണ് പുഞ്ചിരി. പിന്നെ ബാലിഗ് എന്ന് പറഞ്ഞതാ. കാരണം കുട്ടികളെ ഖഹ്ഖഹത്തൊന്നും മുറിയില്ല. കാരണം എന്താ? കുട്ടികള് അഹ്ലുസ്സജ്റിൽപ്പെട്ടവരല്ലല്ലോ, ശിക്ഷാ നടപടികൾക്കൊന്നും അർഹരല്ലല്ലോ. അതുകൊണ്ട് കുട്ടികളെ വുളൂ മുറിയില്ല. അതുകൊണ്ട് ബാലിഗ് എന്ന് പ്രത്യേകം ഖൈദ് കൊടുത്തത്. പക്ഷെ കുട്ടികളെ വുളൂ മുറിയുമെന്ന് ഖീല യന്തഖിദു, വുളൂ മുറിയുന്ന അഭിപ്രായം ഉണ്ട് കേട്ടോ. അപ്പൊ ബാലിഗ് ഒരു നിസ്കാരത്തിൽ, ബാലിഗിന്റെ നിസ്കാരത്തിൽ ബോധമുള്ള ഒരു ബാലിഗ് പൊട്ടിച്ചിരിച്ചു, നിസ്കാരം ബാത്തില. അപ്പൊ ഈ ചിരി നിസ്കാരത്തെ ബാത്തിലാക്കും. ലൗ തഅമ്മദൽ ഖുറൂജ ബിഹാ മിന സ്വലാത്തി, ആ ചിരി കൊണ്ട് നിസ്കാരത്തിന് പുറത്തു പോകാൻ ഉദ്ദേശിച്ചാലും കരുതിയാലും, നിസ്കാരത്തിന് പുറത്തു പോകാൻ കരുതിയാലും വുളൂ മുറിയും. ഇവിടെ എന്താണ്? നിസ്കാരത്തിന് പുറത്തു പോകാൻ കരുതിയിരിക്കണ്. തശഹൂദിന്റെ ഖദറൊക്കെ ഇരുന്നതിന്റെ ശേഷം ഇനി സലാം വിട്ടാൽ മാത്രമേ ഉള്ളൂ. നിസ്കാരത്തിന് പുറത്തു പോകാൻ കരുതിയിട്ടുണ്ട്. എന്നാലും അവന്റെ വുളൂ മുറിയും. പിന്നെ വമസ്സു ഫർജിൻ ബിദകരിൻ മുൻതസിബിൻ ബിലാ ഹൈലിൻ, മറ കൂടാതെ മുൻതസിബായ ഒരു ദക്കർ കൊണ്ട് ഫർജിനെ സ്പർശിക്കുക. ഹൈല് മറ കൂടാതെ. എന്തായത് ഈ ഹൈൽ ഉദ്ദേശം എന്താ? ശരീരത്തിന്റെ പിന്നെ ആ ചൂട് എത്തുന്നതിനെ തടയുന്ന മറ, അങ്ങനത്തെ മറയില്ല. ശരീരം പരസ്പരം സ്പർശിക്കുമ്പോൾ ശരീരത്തിന്റെ ചൂടിനെ തടയുന്ന പിന്നെ മറയില്ലാതെ സ്പർശിച്ചാൽ, എന്ന് അതിനെ മുൻതസിബായ ദക്കറു കൊണ്ട് സ്പർശിച്ചാൽ എന്താണ്? വുളൂ മുറിയും. ഇങ്ങനെ 12 കാര്യങ്ങൾ എന്താണ്? വുളൂ മുറിയുന്നതായിട്ട് ഇവിടെ പരിചയപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.